കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ജനകീയ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഫെബ്രുവരി 1 തൃത്താലയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കൂറ്റനാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭക്ഷ്യസ്വയം പര്യാപ്തത, സുരക്ഷിത ഭക്ഷണം, മൂല്യവർദ്ധിത കൃഷി പ്രോത്സാഹനം, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കൽ, യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കൽ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, കൃഷിക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ ഉൽപാദന മൂല്യവർദ്ധിത സേവന വിപണന മേഖലകളുടെ സമഗ്രമായ മൈക്രോ പ്ലാൻ തയ്യാറാക്കൽ എന്നിവയാണ് കൃഷി സമൃദ്ധി പദ്ധതി ലക്ഷ്യമിടുന്നത്. കൃഷിക്കൂട്ടങ്ങളെ ശാക്തീകരിച്ചുകൊണ്ട് കർഷക ഉൽപാദക സംഘങ്ങളുടെ നേതൃത്വത്തിൽ സമഗ്ര കാർഷിക വികസനം ലക്ഷ്യമാക്കി ആവിഷ്കരിച്ച പദ്ധതിയാണിത്. വിവിധ കാർഷിക പാരിസ്ഥിതിക മേഖലകൾക്കും യൂണിറ്റുകൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ട് കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും വിഭവ സംയോജനത്തിലൂടെ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുത്ത 107 പഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ കൃഷി പങ്കാളിത്ത പദ്ധതി നടപ്പിലാക്കുന്നത്. പാലക്കാട് ജില്ലയിൽ 11 പഞ്ചായത്തുകളെയാണ് കൃഷി സമൃദ്ധി പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്തത്. തൃത്താല മണ്ഡലത്തിൽ തൃത്താല ഗ്രാമപഞ്ചായത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഫെബ്രുവരി 1 ശനിയാഴ്ച പകൽ 3:30 തൃത്താല VK കടവ് ലുസൈൽ പാലസിന് സമീപം സജ്ജമാക്കുന്ന ചടങ്ങിൽ നടക്കും. തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി വകുപ്പ് മന്ത്രി MP രാജേഷ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ, വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ A കൃഷ്ണകുമാർ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K മാരിയത്ത് കിബിദിയ എന്നിവർ അറിയിച്ചു. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന എംഎയുടെ രണ്ടാം ഭാഗമായ കൃഷി സമൃദ്ധി ഈ വരുന്ന ഫെബ്രുവരി മാസം അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃത്താല ഗ്രാമപഞ്ചായത്ത് ഹുസൈൻ പാലസിൻ്റെ സമീപത്ത് വെച്ച് നടത്തുകയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിവിധ ഏജൻസികളെയും ഏകീകരിച്ചുകൊണ്ട് കർഷക കൂട്ടങ്ങൾ രൂപീകരിക്കുകയും അതുവഴി തരിശുഭൂമി കൃഷിയോഗ്യമാക്കി കൃഷിയെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനുമായി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് കൃഷി സമൃദ്ധി. വിപുലമായ രൂപത്തിലുള്ള സംഘാടക സമിതി യോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. സംഘാടക സമിതി ശേഷം വിവിധ സബ് കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് രൂപം കൊടുത്തിട്ടുണ്ട്. ആ സബ് കമ്മിറ്റി നേതൃത്വത്തിലുള്ള വിപുലമായ പ്രവർത്തനമാണ് ഫെബ്രുവരി മാസം 1 നടക്കാൻ വേണ്ടി പോകുന്ന കൃഷി സമൃദ്ധിയുടെ ഉദ്ഘാടനം ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് തൃത്താല നിയോജക മണ്ഡലത്തിൽ 37 ഹെക്ടർ ഭൂമി തരിശായി കിടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതിൽ തൃത്താലയിൽ 7 ഹെക്ടർ ഉണ്ട്. ഇതിന്റെ ഭാഗമായി മന്ത്രി തന്നെ വിളിച്ചു ചേർന്ന് യോഗത്തിൽ തീരുമാനമെടുത്തത് ഇതോടുകൂടി ഈ മണ്ഡലത്തിലെ 37 ഹെക്ടർ ഭൂമിയും കൃഷിയോഗ്യമാക്കി മാറ്റാൻ ആവശ്യമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിൻ്റെ നാന്ദി കുറിച്ചുകൊണ്ടാണ് നമ്മൾ ഈ 1-ാം തീയതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഹുസൈൻ പാലസ് തൊട്ടടുത്ത കൃഷിയിടത്തിൽ ഒരു 9 അംഗ ആളുകളാണ് അതിൻ്റെ കൃഷി അവിടെ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതിനോടുകൂടി അന്ന് തുറന്നു കുറിക്കാൻ വേണ്ടി പോകും. അപ്പോൾ അതിന് വിപുലമായിട്ടുള്ള പങ്കാളിത്തം നമുക്കറിയാം. നമുക്ക് ഒരു കാർഷിക സംസ്കാര പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വിപുലമായിട്ട് കൃഷിക്കാരുൾപ്പെടെയുള്ള ആളുകൾ, വിവിധ സംഘടനകൾ, അങ്ങനെ എല്ലാ തരത്തിലും സമൂഹത്തിലും നാനാ തൊഴിൽപ്പെട്ട ആളുകളെയും ഒരു വലിയ പങ്കാളിത്തം ഈ സംസ്ഥാനതല ഉദ്ഘാടനത്തിൽ, കൃഷി സമൃദ്ധിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. എല്ലാവരെയും ഫെബ്രുവരി മാസം 1-ാം തീയതി 3:30 മണിക്ക് പദ്ധതിയാണ്. സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിയാണ് കൃഷി സമൃദ്ധി എന്ന് പറയുന്നത്. ഞങ്ങളും കൃഷിയിലേക്ക് 2 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന് വന്ന ഒരു പദ്ധതിയുടെ തുടർ പദ്ധതി 2ാം ഘട്ടമായിട്ടാണ് നമ്മൾ കൃഷി സമൃദ്ധി പദ്ധതിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് നമ്മൾ കർഷകരെ കൃഷിക്കൂട്ടങ്ങളാക്കുകയും ഈ കൃഷിക്കൂട്ടങ്ങളെ ശാക്തീകരിച്ചുകൊണ്ട് നമ്മുടെ വിവിധ വകുപ്പുകളെയും ഏജൻസികളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഫണ്ടുകളെയും മറ്റു വിഭവങ്ങളും സമാഹരിച്ചുകൊണ്ട് ഒരു ഏകോപന രീതിയിൽ, സംയോജന രീതിയിലാണ് കൃഷി സമൃദ്ധി എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അത് 3 ഘട്ടങ്ങളിലായിട്ടാണ് ശരിക്കും നടപ്പിലാക്കുന്നത്. അതിൽ ആദ്യ ഘട്ടത്തിൽ നമ്മൾ 14 ജില്ലകളിലെ 107 പഞ്ചായത്തുകളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ നമുക്ക് 11 പഞ്ചായത്തുകളാണ് കൃഷി സമൃദ്ധി പഞ്ചായത്തുകളായിട്ടുള്ളത്. അതിൽ തൃത്താല മണ്ഡലത്തിൽ നമ്മൾ തൃത്താല പഞ്ചായത്തിനെയാണ് കൃഷി സമൃദ്ധി പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശരിക്കും കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഒരു ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷ്യ സ്വയം പര്യാപ്തത, നമ്മളെല്ലാം നമുക്ക് വേണ്ടിയുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കുക, നമ്മുടെ അതാത് പഞ്ചായത്തുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക. കൂടാതെ സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം,
അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളിപ്പോഴും പറയുന്ന കാര്യങ്ങൾ യുവാക്കളെ കൃഷിയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ കൃഷിക്കൂട്ടങ്ങളും നമ്മൾ മൂല്യവർദ്ധിത കൃഷികളും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് യുവാക്കളെയും കൂടി കൃഷിയിലോട്ട് കൊണ്ടുവരാൻ, അതിലോട്ട് ആകർഷിക്കാൻ സാധിക്കും. കൂടാതെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും. കൂടുതൽ ഏരിയയിൽ ഈ പരിപാടി കൃഷി സമൃദ്ധി എന്നുള്ള പരിപാടി നടപ്പാക്കുന്നത്. അതിൽ പാലക്കാട് ജില്ലയിൽ 11 പഞ്ചായത്തുകളും നമ്മുടെ നിയോജകമണ്ഡലത്തിൽ ഒരു പഞ്ചായത്തുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് തൃത്താല പഞ്ചായത്താണ്. തൃത്താല പഞ്ചായത്തിൽ നിരവധിയായിട്ടുള്ള കാർഷിക മുന്നേറ്റത്തിന് ഇട നൽകുന്ന പരിപാടികൾ നടന്നു വരുന്ന ഒരു പഞ്ചായത്താണ്. അവിടെ നമുക്കറിയാം, തരിശുഭൂമി കൃഷി യോഗ്യമാക്കുന്ന നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പോയ കാലത്ത് തന്നെ അവിടെ നടന്നിട്ടുണ്ട്. അതുപോലെ സമൃദ്ധി എന്ന പേരിൽ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനം നിലവിൽ തൃത്താല പഞ്ചായത്തിലുണ്ട്. ഇതൊക്കെ കൂടി പരിഗണിച്ച് ഏതാണ്ട് 554 ഹെക്ടർ കൃഷി കഴിഞ്ഞ കുറച്ച് 2-3 വർഷത്തിനിടയിൽ നമ്മുടെ മണ്ഡലത്തിൽ കൂടുതലായിട്ട് കൃഷി യോഗ്യമാക്കണ്ടേ. അപ്പം അതിൻ്റെ തുടർച്ചയായി എല്ലാ പ്രദേശത്തും എല്ലാ കൃഷിഭൂമിയും തരിശിടാതെ കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുരുത്തായിട്ടുള്ള പരിപാടിയാണ്. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.